ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോകൾ ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അതോടൊപ്പം വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ കമന്റുകളും പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിരിക്കണം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: CBSE 12ാം ക്ലാസ് പരീക്ഷയിൽ തുടർച്ചയായി 3 വർഷം കൊണ്ട് മുന്നിൽ നിൽക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ്? അപ്പോൾ കഴിഞ്ഞ 3 വർഷമായിട്ട് ഇന്ത്യയിലെ ഒരു സംസ്ഥാനം CBSE പരീക്ഷയിൽ 12ാം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കുന്ന ഒരു സംസ്ഥാനമുണ്ട്, കേരളമാണ്. കേരളത്തിൽ ഇപ്രാവശ്യത്തെ വിജയ ശതമാനം എന്ന് പറയുന്നത് 97.67% കേരളത്തിൽ. അതിൽ തിരുവനന്തപുരം മേഖലയാണ് മുന്നിൽ. തിരുവനന്തപുരം ജില്ലയാണ് മേഖലയാണ് ഇതിൽ മുന്നിൽ നിൽക്കുന്നത്. ഇനി നമ്മൾ CBSE 12ാം ക്ലാസ് പരീക്ഷയുടെ ഇപ്രാവശ്യത്തെ വിജയ ശതമാനം എന്ന് പറയുന്നത് 88.78%. അപ്പോൾ എൻ്റെ ചോദ്യം ഇതായിരുന്നു: CBSE പരീക്ഷയിൽ കഴിഞ്ഞ 3 വർഷം കൊണ്ട് തുടർച്ചയായി മുന്നിൽ നിൽക്കുന്ന വിജയ ശതമാനത്തിൽ തുടർച്ചയായി മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് അപ്പോൾ കേരളമാണ് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം: തുർക്കിമെനിസ്ഥാനിലെ പുതിയ ഇന്ത്യൻ അംബാസഡർ. തുർക്കിമെനിസ്ഥാനിലെ പുതിയ ഇന്ത്യൻ അംബാസഡർ ആര് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഒരു മലയാളിയാണ്, ഡോക്ടർ വിധു പി നായർ. ഡോക്ടർ വിധു പി നായരാണ് തുർക്കിമെനിസ്ഥാനിലെ പുതിയ ഇന്ത്യൻ അംബാസഡർ. അദ്ദേഹം ഒരു മലയാളിയാണ്. തുർക്കിമെനിസ്ഥാന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അഷ്ഗാബാദ് ആണ്. അഷ്ഗാബാദ് ആണ് തുർക്കിമെനിസ്ഥാന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ചോദ്യം ഇതായിരുന്നു: തുർക്കിമെനിസ്ഥാനിലെ പുതിയ ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ വിധു പി നായർ, ഒരു മലയാളിയാണ് ഇദ്ദേഹം. അഷ്ഗാബാദ് ആണ് തുർക്കിമെനിസ്ഥാന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം: ഗോത്ര വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കായി സമഗ്ര ശിക്ഷ കേരള ഒരുക്കിയിരിക്കുന്ന ഓൺലൈൻ പഠന ക്ലാസ് ഏത്? മഴവിൽ പൂവ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ മഴവിൽ പൂവ് എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയാണ്? ഗോത്ര വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കായിട്ട്. ആരാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്? സമഗ്ര ശിക്ഷ കേരള. സമഗ്ര ശിക്ഷ കേരള ഒരുക്കിയിരിക്കുന്ന ഓൺലൈൻ പഠന ക്ലാസ് ആണ് മഴവിൽ പൂവ്. മഴവിൽ പൂവ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മഴവിൽ പൂവ് എന്താണ്? മഴവിൽ പൂവ് ഗോത്ര വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കായി സമഗ്ര ശിക്ഷ കേരള ഒരുക്കിയിരിക്കുന്ന ഓൺലൈൻ പഠന ക്ലാസ്. അടുത്ത ചോദ്യം ഇതാണ്: ജൂലൈ മാസം ചൊവ്വയിലേക്ക് ബഹിരാകാശ പേടകം അയക്കുന്നതിന് വേണ്ടി തയ്യാറെടുക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ 3 രാജ്യങ്ങൾ ഈ ജൂലൈ മാസം ചൊവ്വയിലേക്ക് ബഹിരാകാശ പേടകം അയക്കുന്നതിന് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ട്. അത് ഏതൊക്കെ രാജ്യങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ ചോദ്യം ശ്രദ്ധിക്കുക: ജൂലൈ മാസം ചൊവ്വയിലേക്ക് ബഹിരാകാശ പേടകം അയക്കുവാൻ വേണ്ടി ഒരുങ്ങുന്ന രാജ്യങ്ങൾ ഒന്ന് ചൈനയാണ്, മറ്റൊന്ന് അമേരിക്ക, ഒന്ന് UAE. അപ്പോൾ ചൈന, അമേരിക്ക, UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഈ 3 രാജ്യങ്ങളാണ് ഈ ജൂലൈ മാസം ചൊവ്വയിലേക്ക് ബഹിരാകാശ പേടകം അയക്കുന്നത്. UAEയുടെ ബഹിരാകാശ പേടകത്തിന്റെ പേര് ആണ് അമൽ. ചൈനയുടേത് ടിയാൻവെൻ എന്നാണ്. അമേരിക്കയുടേത് പേഴ്സിവിയറൻസ് എന്നാണ്. പേഴ്സിവിയറൻസ്. അപ്പോൾ അമേരിക്കയെ പറ്റി അറിയാം. അമേരിക്ക 8 തവണയാണ് ചൈനയിൽ ബഹിരാകാശ പേടകം ഇറക്കിയിട്ടുള്ളത്. അമേരിക്ക മാത്രമാണ് ഏക രാജ്യം, അമേരിക്കയാണ് ബഹിരാകാശ പേടകം ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ജൂലൈ മാസം ചൊവ്വയിലേക്ക് ബഹിരാകാശ പേടകം അയക്കുന്നതിന് വേണ്ടി തയ്യാറെടുക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ചൈന, അമേരിക്ക, UAE. ചൈനയുടെ ഏതാണ്? ടിയാൻവെൻ. UAEയുടേത് അമൽ. അതുപോലെ അമേരിക്കയുടേത് പേഴ്സിവിയറൻസ് എന്നാണ് പറയുന്നത്. 3 രാജ്യങ്ങളുടെയും ബഹിരാകാശ പേടകങ്ങളുടെ പേരുകളാണിത്: അമൽ, ടിയാൻവെൻ, പേഴ്സിവിയറൻസ്. ഇനി അടുത്ത ചോദ്യം: ഇന്ത്യയിലെ ഏറ്റവും വലിയ മികച്ച സൈബർ സുരക്ഷാ സംരംഭത്തിനുള്ള 2020 എലൈറ്റ്സ് അവാർഡ് ഓഫ് എക്സലൻസ് കരസ്ഥമാക്കിയത് ആരാണ്? ആരാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സൈബർ സുരക്ഷാ സംരംഭത്തിനുള്ള 2020 എലൈറ്റ് എക്സലൻസ് അവാർഡ്, എലൈറ്റ് അവാർഡ് ഓഫ് എക്സലൻസ് കരസ്ഥമാക്കിയത്? കേരള പോലീസ് സൈബർ ഡോം ആണ്. അപ്പോൾ കേരള പോലീസ് സൈബർ ഡോമിനാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സൈബർ സംരംഭത്തിനുള്ള അവാർഡ്. ആ അവാർഡിന്റെ പേരാണ് എലൈറ്റ് എക്സലൻസ് ഓഫ് അവാർഡ്. എലൈറ്റ് അവാർഡ് ഓഫ് എക്സലൻസ് കരസ്ഥമാക്കിയിരിക്കുന്നത് ആരാണ്? കേരള പോലീസ് സൈബർ ഡോം ആണ്. അടുത്ത ചോദ്യം ഇതാണ്: 2020 ജൂലൈയിൽ സിംഗപ്പൂരിന്റെ പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാ? അപ്പോൾ ആരാണ് വീണ്ടും സിംഗപ്പൂരിന്റെ പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്? ലീ ഷിയാൻ ലൂങ് ആണ്. ലീ ഷിയാൻ ലൂങ് ആണ് സിംഗപ്പൂരിന്റെ പ്രധാനമന്ത്രിയായിട്ട് വീണ്ടും 2020 ജൂലൈയിൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഇദ്ദേഹം പീപ്പിൾസ് ആക്ഷൻ പാർട്ടിയുടെ നേതാവാണ്. പീപ്പിൾസ് ആക്ഷൻ പാർട്ടിയാണ് സിംഗപ്പൂരിൽ ഭരണം നടത്തുന്നത്. 1950 മുതൽ പീപ്പിൾ ആക്ഷൻ പാർട്ടിയാണ് സിംഗപ്പൂരിൽ ഭരണം നടത്തുന്നത്. 2004 മുതൽ ലീ ഷിയാൻ ലൂങ് അവിടെ അധികാരത്തിലുണ്ട്. 2004 മുതൽ ആരാണ് പ്രധാനമന്ത്രി? ലീ ഷിയാൻ ലൂങ് ആണ്. അപ്പോൾ സിംഗപ്പൂരിൽ 2020 ജൂലൈയിൽ സിംഗപ്പൂരിൽ വീണ്ടും പ്രധാനമന്ത്രിയായിട്ട് വരുന്നത് ആരാണ്? ലീ ഷിയാൻ ലൂങ്. ഇനി അടുത്ത ചോദ്യം:
ക്രൂ ചേഞ്ചിന് വേണ്ടി ആദ്യമായി ഒരു വിദേശ ചരക്ക് കപ്പൽ വിഴിഞ്ഞം പുറംകടലിൽ നങ്കൂരമിട്ടു. ഏതാണത് എന്നുള്ളതാണ് ചോദ്യം. എവർ ഗ്ലോബ് എന്നാണ് അതിന്റെ പേര്, എവർ ഗ്ലോബ്. അപ്പോൾ നിങ്ങൾ വാർത്തയിൽ വായിച്ചിട്ടുണ്ടാവും, ക്രൂ ചേഞ്ചിന് വേണ്ടി നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്ത് ഒരു ചരക്ക് കപ്പൽ, ആദ്യമായിട്ടുള്ള ഒരു വിദേശ ചരക്ക് കപ്പൽ നങ്കൂരമിടുകയുണ്ടായി. അപ്പോൾ ഇവിടുന്ന് പെർമിഷൻ മേടിച്ചിട്ടാണ് അവർ നങ്കൂരമിട്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ ക്രൂ ചേഞ്ചിങ് അവരെ അനുവദിച്ചില്ല. ഇത് പക്ഷേ അനുവദിക്കുകയാണെങ്കിൽ ഇത് വൻ വികസന സാധ്യതയാണ് നമുക്ക് തുറമുഖത്തിന് വന്നുകൊണ്ടിരുന്നത്. ഈ കപ്പൽ, ആ ഷിപ്പിന്റെ പേരാണ് എവർ ഗ്ലോബ് എന്നാണ് അറിയപ്പെടുന്നത്. എവർ ഗ്ലോബ് എന്ന് പറഞ്ഞ ഒരു ചരക്ക് കപ്പലാണ്. ഇത് ഈജിപ്തിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് പോകുന്ന വഴിയാണ് ഇത് ക്രൂ ചേഞ്ചിന് വേണ്ടി വിഴിഞ്ഞം തുറമുഖത്തേക്ക് അടുപ്പിച്ചത്. 23 മലയാളികളടക്കം ഏകദേശം 23 മലയാളികളടങ്ങുന്ന ഒരു ടീം ഉണ്ടായിരുന്നു അതിനകത്ത്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ വിഴിഞ്ഞം പോർട്ട് ഇതിന് അനുമതി കൊടുത്തില്ല. അപ്പോൾ ഈ ഈജിപ്തിൽ നിന്നും ശ്രീലങ്കയിലേക്ക് പോകുന്ന കപ്പൽ എന്ന് ഞാൻ പറഞ്ഞു, 400 മീറ്റർ നീളവും അതുപോലെ 58 മീറ്റർ വീതിയാണ് ഈ കപ്പലിന്റെ ഉള്ളത്. ഏകദേശം 2.20 ലക്ഷം ടൺ ഭാരം ഇതിന് വഹിക്കാൻ ശേഷിയുള്ള ഒരു കപ്പലാണിത്. അപ്പോൾ ചോദ്യം ഇതായിരുന്നു, ക്രൂ ചേഞ്ചിന് വേണ്ടി ആദ്യമായിട്ടൊരു വിദേശ കപ്പൽ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ടു. അത് ഏതാണെന്നുള്ളതാണ് എവർ ഗ്ലോബ്. എവർ ഗ്ലോബ് എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം എന്താണ്? തിരുവിതാംകൂർ ഭരണാധികാരി എന്ന നിലയ്ക്കല്ല, മറിച്ച് ഏത് പദവി അനുസരിച്ചാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭരണാവകാശം ഈ രാജകുടുംബത്തിന് ഇപ്പോൾ ലഭിക്കുന്നത്? ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഈ തിരുവിതാംകൂർ ഭരണാധികാരി എന്ന നിലയ്ക്കല്ല, മറിച്ച് ഏത് പദവി അനുസരിച്ചാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ആ ഭരണാവകാശത്തിൽ രാജകുടുംബത്തിനും ഒരു അവകാശമുണ്ട് എന്ന് പറഞ്ഞത്? ഷെബൈത്ത് എന്നാണ്. ഷെബൈത്ത്. ഈ ഷെബൈത്ത് എന്ന് പറയുന്നത് ഒരു ഹീബ്രു പദമാണ്. ഷെബ എന്നുള്ള ഒരു വാക്കിൽ നിന്നാണ് ഈ ഷെബൈത്ത് രൂപം കൊണ്ടിരിക്കുന്നത്. ഈ ഷെബ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സേവനം എന്നാണ്. സേവനം. ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഈ രാജകുടുംബാംഗമാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇവർക്കൊരു ഭരണാവകാശം ഉണ്ട് എന്ന് സുപ്രീം കോടതി വിലയിരുത്തുകയുണ്ടായി. അപ്പോൾ ആ ഒരു ഷെബൈത്ത് എന്ന് പറയുന്ന ഒരു പദവി അനുസരിച്ചാണ് ഇപ്പോൾ സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ F1 വിജയങ്ങൾ നേടിയ താരം മൈക്കൽ ഷൂമാക്കറാണ്. ഫോർമുല 1-ൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ കരസ്ഥമാക്കിയിരിക്കുന്നത്. 91 വിജയങ്ങളാണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. 91 വിജയങ്ങളാണ് മൈക്കൽ ഷൂമാക്കർ കരസ്ഥമാക്കിയിരിക്കുന്നത്. ഈ ജൂലൈ മാസം നടന്ന മറ്റൊരു മത്സരത്തിൽ ലൂയിസ് ഹാമിൽട്ടൺ 85 വിജയങ്ങൾ കരസ്ഥമാക്കിക്കൊണ്ട് തൊട്ടടുത്ത് തന്നെയുണ്ട്, ഒരു റെക്കോർഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ചോദ്യം, മോഹൻ ബഗാൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചതാർക്ക്? അപ്പോൾ ആർക്കാണ് മോഹൻ ബഗാൻ ക്ലബിന്റെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചത്? അശോക് കുമാർ ആണ്. അശോക് കുമാർ എന്ന് പറയുന്നത് മുൻ ഇന്ത്യൻ ഹോക്കി താരമാണ്. 1975 ലോക ചാമ്പ്യന്മാരായ ഇന്ത്യൻ ടീമിലെ കീ പ്ലെയർ ആയിരുന്നു അശോക് കുമാർ. അപ്പോൾ അശോക് കുമാറിനാണ് മോഹൻ ബഗാൻ ലൈഫ് ടൈം അച്ചീവ്മെന്റിന്റെ അവാർഡ് ലഭിച്ചിരിക്കുന്നത് 2020. ഈ അവാർഡ് നൽകിയിരിക്കുന്നത് മോഹൻ ബഗാൻ അത്ലറ്റിക് ക്ലബ്ബാണ് ഈ അവാർഡ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ 10 ചോദ്യങ്ങളും ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. ഇനി നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്, 2020 പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ ഈ മാലിന്യങ്ങൾ പുറന്തള്ളുന്ന രാജ്യം ഏത് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ വീഡിയോയുടെ തൊട്ട് താഴെ നിങ്ങൾ കമന്റുകളായിട്ട് പോസ്റ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആദ്യം പോസ്റ്റ് ചെയ്യുന്ന വിജയിക്കാണ് ദിവസേന 1 GB എന്നുള്ള സമ്മാനം ലഭിക്കുന്നത്. അരുണാചൽ പ്രദേശിന്റെ തലസ്ഥാനം ഏത് എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലെ ചോദ്യം. ഇറ്റാനഗറാണ് ആൻസർ. ഇതിന്റെ ഉത്തരങ്ങൾ ശരിയായിട്ടുള്ള ഉത്തരം പോസ്റ്റ് ചെയ്ത എല്ലാ വിജയികൾക്കും കൺഗ്രാറ്റുലേഷൻ അറിയിക്കുന്നു. അതുപോലെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കമന്റുകളും ലൈക്കുകളും നിങ്ങൾക്ക് ഇതിൽ രേഖപ്പെടുത്താവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു.